മദർ ആൻസി ഓഫീസിലുണ്ട്. താങ്ക് യു. മേരിക്കുട്ടി. ആൻസി, എന്റെ കുഞ്ഞെവിടെ? വേണ്ട മമ്മി, ടയർഡായിരിക്കില്ലേ? മമ്മി സംസാരിക്കണ്ട, ഞാൻ ചോദിച്ചോളാം അവരോട്. തിരുവസ്ത്രം അണിയാൻ വന്ന എന്റെ പെങ്ങക്ക് എന്താണ് പറ്റിയത്? അന്ന എവിടെയാണിപ്പോ? എനിക്കറിയില്ല മോനെ. സൂക്ഷിക്കാൻ തന്നിട്ട് സൂക്ഷിച്ചില്ലെന്ന് പോട്ടെ, അവളെ എവിടെയാണ് കളഞ്ഞെന്നെങ്കിലും പറഞ്ഞൂടെ? പത്രവാർത്ത വായിച്ചതിന് ശേഷം എന്റെ മമ്മിയുടെ കണ്ണീര് തോർന്നിട്ടില്ല. എന്റെ അന്ന ജീവിച്ചിരിപ്പുണ്ടോ ആൻസി? അവൾക്കൊന്നും സംഭവിക്കില്ല മേരിക്കുട്ടി. ഇതിനെല്ലാം കൂട്ടുനിന്ന് നിങ്ങളാണ്. നിങ്ങൾ ഒരുത്തിയാണ് എന്റെ അന്നയെ വഴിപഴപ്പിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയത്. നേർവഴിക്ക് നടക്കാനേ ഞങ്ങൾ ഇവിടെ ഉപദേശിക്കാറുള്ളൂ. അന്നയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മേരിക്കുട്ടിക്ക് അറിയാലോ. പക്ഷെ അവളുടെ മനസ്സറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. മമ്മി കരയാതിരിക്കും, അന്നയും കൊണ്ടേ നമ്മൾ തിരിച്ചു പോകും. മമ്മിക്ക് മമ്മിയുടെ മകളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഈ ബിജയ് കൂടെ പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. അതിൽ കൂടുതലൊന്നും സംസാരിക്കണ്ട. എന്റെ അരിയത്തി തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഹലോ ഹലോ, സെന്റ് തെരേസാസ് കോൺവെന്റ് അല്ലേ? അതെ. അതെ, കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒളിച്ചോടിപ്പോയ അന്നാന്ന് പറഞ്ഞ പെൺകുട്ടി തിരിച്ചു വന്നോ? ഇല്ലല്ലോ. നിങ്ങളാരാ? ഞാൻ കുട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ആളാ. അല്ല, ഒളിച്ചോടി പോണെന്ന് ആഗ്രഹിച്ച ഒരു കാതലൻ. കാതലനോ? നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. അമ്മയ്ക്ക് അച്ഛനുണ്ട്, പെങ്ങക്ക് അളിയനുണ്ട്, എനിക്ക് ആരുമില്ല. എടാ കാലമാടാ, എന്നാ നിനക്ക് പോലീസ് ഉണ്ടടാ പന്ന. ശരി, വിശേഷങ്ങൾ അറിയിക്കണേ. നിന്റെ മുഖം എന്താ മരോട്ടിക്കാതെ MLA പോലിരിക്കുന്നത്? മദർ എന്നെ കുറെ ഉപദേശിച്ചു. ആരുപദേശിച്ചാലും വേണ്ടില്ല, പെണ്ണ് മഠത്തിലെത്തിയല്ലോ. എത്തി, പക്ഷെ മഠത്തിലല്ല. നീ എന്തായി പറഞ്ഞേ? ഇനി നമ്മൾ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ല, ആകെ പ്രശ്നമാണ്. അളിയന്മാർ ഇവിടെ നിൽക്കുക. ആണുങ്ങളായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇന്ന് രാവിലെ എത്തിക്കൊള്ളാമെന്നല്ല ഇന്നലെ ശുംഭം പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. ഞങ്ങൾ രാവിലെ ആ ചാൾസിന്റെയും ശോഭരാജിന്റെയും വീട് തപ്പി ഇറങ്ങിയതാ. നിങ്ങളും കൂടെ വന്നാൽ എളുപ്പമായിരുന്നു. ഉച്ച വരെ ഞങ്ങളെ പ്രതീക്ഷിക്കരുത്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങളും ഞങ്ങളുടെ ഗുണ്ടകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഗുണ്ടകൾക്ക് കൊടുക്കാൻ അഡ്വാൻസ് അതിനെന്താ? അതൊന്നും വേണ്ട, അളിയന്മാരെ ഞങ്ങൾക്ക് വിശ്വാസം. തനിക്ക് പൈസക്ക് എത്ര ടൈറ്റ് ആണെങ്കിൽ താൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് 27 രൂപ എഴുതിയെടുത്തോ. ഹെൻറി നിൽക്കുന്നു. നമ്മുടെ പുക കാണാൻ നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്, പോവാം. പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും പുകയും. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഞങ്ങൾ വിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. എക്സസൈസ് ബാഡി ബിൽഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതെന്റെ മോളല്ലേ? ആണോ? എന്റെ കർത്താവ്, എന്റെ മോള് പോയി, എന്റെ കാശ് പോയി, അവള് കന്യാസ്ത്രീയായി. എനിക്ക് അവന്മാരെ ഡെഡ് ബോഡി വേണം. പോയി പിടിച്ചിട്ട് വേണം. സ്വീകരിച്ചേണ്ടി. അവന്മാരെവിടെ പോയി? ആര്? ഇവിടെ നിന്നവന്മാര്. അവര് നടക്കാൻ പോയി. പോയി പിടിച്ചിട്ട് വളരെ നിന്റെ അമ്പായിയപ്പനെ. താനായിരുന്നു, പേടിച്ചു പോയില്ലോടൂ. ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. സൂസൈഡ് പോയിന്റിൽ നിന്ന് ഒരു ശവം പോലീസ് പൊക്കിയെടുത്തു. എടുക്കട്ടെ, അതല്ലേ പോലീസിന്റെ പണി. പീസായ ഒരു പെണ്ണിന്റെ ശവമാണത്. വളരെ ഉയരത്തിൽ നിന്ന് ചാടിയതല്ലേ, പീസ് ആയിപ്പോ. അതിന് ഞങ്ങൾ എന്ത് വേണോ? ഇനിയാ നിങ്ങളെ വേണ്ടത്. നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്ന ഒരു പെണ്ണില്ലേ, അന്ന, അവളാ അത്. അത് ശരി. മിസ്റ്റർ ഈശോയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. പ്രതികൾ നമ്മളാണ്. ഇനി ആലോചിക്കാൻ സമയമില്ല, മുങ്ങാം. അതിനിടയ്ക്ക് മുങ്ങിയോ? പാതിരാത്രി വരെ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിലപ്പോ വിലങ്ങുമായി മഹാലിംഗമൂർത്തി കാത്തിരിപ്പുണ്ടാവും. ഇന്ന് ഇയാളുടെ ശല്യം ഉണ്ടാവും തോന്നുന്നില്ല. പോസ്റ്റ്മോർട്ടവും ഡെഡ് ബോഡി കൈമാറ്റം ഒക്കെ ആയിട്ട് ഇന്നങ്ങോട്ട് പോകും. നാളെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് മുങ്ങണം. ഇനി ആജീവനാന്തകാലം മുങ്ങല് തന്നെയാണ് നമ്മുടെ വിധി. അന്നയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് കാണാൻ പോവായിരുന്നു. മോശമായിപ്പോയില്ലേ? മോശമായി പോയി. അങ്ങോട്ട് ചെല്ല്, എല്ലാവരും കൂടി നിന്നെ ഡെഡ് ബോഡി ആക്കും. ഒരു കണക്കിന് അന്നയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണല്ലേ ശോഭരാജ്? ചാൾസ്, നീ എങ്ങനെ പറയരുത്. ഒരു കണക്കിനല്ല, എല്ലാ കണക്കിനും നീ തന്നെയാണ് അവളെ കൊന്നത്. താൻ പിലാത്തോസിനെ പോലെ കൈ കഴുകല്ലോ. ഞാൻ കൈ മാത്രമല്ല മേലും കഴുകാൻ പോവാ. വിതച്ചവൻ കൊയ്യും,
കൊന്നവൻ തൂങ്ങും. നീ ധൈര്യം കൈവിടരുത് കേട്ടോ. നീ എങ്ങനെ ഇവിടെ ഉണ്ടാവുന്നത്? മിക്കവാറും കാണില്ല. നീ കൈവിട്, താക്കോലെടുക്കട്ടെ. ഓ, ഭണ്ഡാരം തുറക്കുന്നില്ലല്ലോ. താൻ എന്തേ കിടന്ന് കാണിക്കണേ? സ്വന്തം പൂട്ട് പോലും തുറക്കാൻ അറിയാൻ പാടില്ലാത്ത താനൊക്കെ എന്ത് കള്ളനാടോ? വെറുതെ എന്നെ പിടിക്കരുത് പോലീസ്. എന്നൊന്നും ചെയ്യരുത്, ഞാനൊരു പാവ. എല്ലാത്തിനും കാരണക്കാരെ തെണ്ടിയാ. മഹാലിംഗ സാർ, ഞാൻ പ്രേതവും പിശാചും ഒന്നുമല്ല. നിങ്ങൾ എന്നെ പ്രേതമാക്കാതിരുന്നാ മതി. എന്താ ഇത്? ശരിയാ, പ്രേതമായിട്ടില്ല. കർത്താവേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്നെ മരത്തിൽ കൊണ്ട് വിടരുതെന്ന്. ഇനിയെങ്കിലും എന്നെ കൈവിടരുതേ ചാൾസ്. ഇനി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുതെന്ന് പറയൂ ശോഭരാജ്. ഏതായാലും കൊലക്കേസിൽ നിന്ന് ഒഴിവായി. ഇനി പോലീസിന് നെറികേടന്മാർക്കും പിടികൊടുക്കാതിരിക്കണം. അന്നയും കൂട്ടി നമുക്ക് മറ്റൊരു താവളത്തിലേക്ക് പോകാം. അതാണ് ബുദ്ധി, അതേ ഉള്ളു വഴിയും. അന്ന, അന്ന, എനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? കാപ്പി കുടിക്കാൻ ചായ. ഇതേതാ ഈ വീട്? ഇത് പിന്നെ എന്റെ ഡാഡിയുടെ കൊച്ചച്ഛന്റെ അനിയന്റെ ഇളയച്ഛന്റെ അമ്മായച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. നമ്മളിപ്പോ വനവാസത്തിലല്ലേ? വനവാസോ? അതെ, ശ്രീരാമനും സീതയും പോലെ. ഓ, അങ്ങനെ. എല്ലാ മതത്തിനെ കുറിച്ച് നല്ല വിവരമാണല്ലോ. പിന്നെ ശ്രീരാമനെയും സീതയും കുറിച്ച് ആർക്കാ അറിയാത്തത്? നമ്മളിപ്പോ അവരെ പോലെയല്ലേ? പക്ഷെ ലക്ഷ്മണന് പകരം നമ്മുടെ കൂടെ ഉള്ളത് ഹനുമാനാ. ഹനുമാൻ ഇഡലി വാങ്ങിക്കാൻ പോയിരിക്കുക. അളിയോ, നല്ല കക്ഷികളാ. നിങ്ങൾ ഇവിടെയാണോ താമസം? ഞങ്ങൾ ഇത് എവിടെയൊക്കെ തപ്പി. ഇന്നേതായാലും ഇവിടെ കേറിയിട്ട് പോവാ. വീടറിഞ്ഞിരിക്കാമല്ലോ. അതെ അതെ അതെ, രണ്ടാമത്തെ ദിവസമായി ഈ ചുറ്റിക്കളി. നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ട് ചുമ്മാതല്ല, കിട്ടുന്നതിൽ നല്ലൊരു വീതം തരാമെന്ന് പറഞ്ഞിട്ടാ. എന്റെ ചുമ്പൻ ചേട്ടാ, ഈ മോഷണവും പിടിച്ചു പറയുമ്പോഴത്തെ തരികിട പണിക്ക് പോകാതെ ഞങ്ങളുടെ കൂടെ നിൽക്കേ, നല്ല കാശുണ്ടാക്കാം. അല്ല, ഞങ്ങള് തീരുമാനിച്ചിരിക്കുക. ഇന്ന് ഉച്ചവരെ സ്വപ്പം പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എത്തിക്കൊള്ളാം. അല്ല, വീട് ഇതല്ലല്ലോ, വഴി തെറ്റിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് കാണാം. ടാറ്റാ. അത് കള. ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു കപ്പ് കാപ്പി തരാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ നമ്പർ? അത്രയ്ക്ക് പിശുക്കന്മാരാവരുത് കേട്ടാ. അല്ല, ചാക്കോയെ കാണുന്നില്ലല്ലോ. അല്ല, അവന് കടുത്ത പനിയാ, 120 കിലോ ഡിഗ്രി. എത്ര ഡിഗ്രി പനിയായിരുന്നാ? മായാവിയാണോ അവനെ കാണാതിരിക്കാൻ പറ്റാ? അല്ല, നമുക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്തേക്ക് സംസാരിക്കാം. ഇങ്ങോട്ട് ചുംബൻ ചേട്ടാ, ചുംബത്തരം കാണിക്കല്ലേ. ഈ 120 ഡിഗ്രി പനി എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഇനി ചാക്കോ ചത്തു കാണോ? പനി പനി മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ അവർ നിന്റെ തലയും കൊണ്ട് പോകും. ഞങ്ങളുടെ പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആരാ? ഈ പനിയൊന്നും സാരില്ലളിയ. നല്ല റമ്മിൽ കുരുമുളക് ഇട്ട് 2 അടിച്ചാ മതി. എടാ അപ്പി, ജീപ്പി കുപ്പിയും എടുക്ക്. അതൊന്നും വേണ്ട. മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ. ചുംബൻ എന്ത് പറയുന്നു? എന്നോട് കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞു. എന്റെ കാര്യമല്ലടോ, താൻ കഴിക്കണോ? കൈ എന്ത് മേലുവേദനയുണ്ടോ? അല്ല, ഇക്ലിയാവും. അങ്ങനെ അയ്യോ, 120 ഡിഗ്രിക്കാരൻ, അത് ടൈഫോയിഡ് പിടിച്ചവന്. ഇക്കളി ആക്കരുത്, ഹാർട്ട് അറ്റാക്ക് വരെ. ഒരറ്റാക്കും വരില്ല, ഇയാൾ ചുമ്മാ വരട്ടാതെ. അയ്യോ, പൊളിഞ്ഞു, ഇറ്റലി പോയി. അയ്യോ, ഇപ്പൊ മനസ്സിലായി, ഇത് അറ്റാക്ക് അല്ല, അറ്റാച്ച്മെന്റ് ആണെന്ന്. അളിയനതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു.
ഒരു പെണ്ണിനെയും തപ്പിയെടുത്ത് കമ്പിളിപ്പതപ്പിനകത്ത് ചുരുണ്ടുകൂടുന്നത് കൊടൈക്കനാലിലൊരു സുഖം തന്നെയാണ്. ആട്ടെ, ഏതായി പീസ്? കെട്ടാൻ പോകുന്ന പെണ്ണ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആയിക്കോട്ടെ. അന്നയും ചാൾസിനെയും തപ്പിത്തരാന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് അഡ്വാൻസും വാങ്ങിച്ച് ഇവിടെ കമ്പിളിക്കടിയും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത് വെറികേടാണ്. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഇന്നലെ അവന്മാരുടെ വീട് തപ്പിയെടുത്തു. ഡോബിക്കാനെ കരികില്ല, പക്ഷെ അവന്മാരവിടെ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഉറക്കം വിളിച്ചിട്ടാണെങ്കിലും അവരെ പൊക്കും. എന്താ, നിങ്ങളും വരുന്നോ? ഇല്ല, ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ ഞങ്ങൾ കൂടിക്കോളാം. ഞങ്ങള് വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നാ മതി, സംഗതി നടത്തി തരാം. പക്ഷെ കാശിന്റെ കാര്യം ഓക്കെ ആണല്ലോ? അതിലെന്താ എത്ര സംശയം? നെറിയടമാർക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. അതേ പാടുള്ളൂ. ഒരുപാട് അച്ഛന്മാരായാലും സെമിനാരി സെമിനാരിയില്ലേ, മഠത്തില് ആ ആൻസി മാതാവ് ഭയങ്കര കള്ളിയാ. മഠത്തില് 12ാം നമ്പർ മുറിയിൽ അന്നയുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഈ ശോഭരാജിനെ കുറിച്ച് എന്ത് വിചാരിച്ചു? ശോഭരാജ് ഭയങ്കര കള്ളനാ. പക്ഷെ ചാൾസ് അവനോട് ആര് പറഞ്ഞു? ചാൾസാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ആണോ? അന്നയെ കിട്ടിയാ പിന്നെ അവന്മാരെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. അയ്യോ, എന്താ ഇത്? എന്തിന്? എടോ ശുംഭ, താൻ എന്റെ ദൈവമല്ലേ. ഇനി സമയം കളയണ്ട, വേഗം പോകാം. ബോസിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പണം ഉറപ്പ്. കമോൺ, ഫോളോ മീ. പോയോ? പോയി. ആ, എടോ, താൻ എന്താ പണിയെ കാണിച്ച്? എങ്ങനുണ്ട്? എടോ, അവര് ചെന്ന കന്യാസ്വാമിനെ പൊക്കൂല്ലേ? പൊക്കിക്കൊണ്ട് പോട്ടേന്ന്. തൽക്കാലം നമ്മുടെ തലേന്ന് ഒഴിഞ്ഞല്ലോ. ഇത്രയും മണ്ടന്മാരായ ഗുണ്ടകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. യവന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ ബോസിനെ യാത്രയാക്കാൻ വരുന്നില്ലേ? പിന്നെ ഞാൻ വരണോ? 12ാം നമ്പർ റൂമിൽ അന്നയാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ബോസ്? ഛേ, ബോസ് അന്ന് അവളുടെ ഫോട്ടോ തന്നതാ. അത് മിസ്സാവുകയും ചെയ്തു. അവളുടെ മുഖത്ത് ഓർമ്മ വരുന്നതേ ഇല്ലല്ലോ. ലീഡറാക്കാൻ പറ്റിയ ആള് തന്നെ. കുഴപ്പമില്ലെന്ന് ചുംബം പറഞ്ഞില്ലേ 12ാം നമ്പർ റൂമിൽ അന്നയുണ്ടെന്ന്. മഠത്തിൽ ആരോടെങ്കിലും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് അവളെ പൊക്കാം. അതേന്നേ, വെറുതെ സംശയം ചോദിച്ച് മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാതെ. അളിയോ, പറഞ്ഞ സത്യം തന്നെയല്ലേ? അളയൻ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ധൈര്യമായിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാം. ജയ് ജിൻജോ. ഓപ്പറേഷനോ? ആർക്കാസുഖം? ആശുപത്രി പോകണോ? ആണോ? അന്ന കിഡ്നാപ്പിംഗ് ഓപ്പറേഷൻ. പുരിഞ്ചതാ. ടാറ്റാ. ബിർള പോയി ബിർളിക്കോ.